ഇന്നിപ്പോൾ വളരെ സംഭവബഹുലമായ ഒരു കാര്യമാണ് നടന്നിരിക്കുന്നത്. ജാൻമണി ദാസിൻ്റെ അറസ്റ്റ്. ഈവൻ ഇഫ് ദർ ഈസ് നോ വൺ ടു സേ സംതിങ് യു ഷുഡ് സേ ഇറ്റ്. തീർച്ചയായും. അപ്പോൾ ഞാനിങ്ങനെ ഫസ്റ്റ് ടൈമാണ് ഞാനൊരു യൂട്യൂബ് ലൈവ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നോ രണ്ടോ പേരുണ്ടെങ്കിൽ നന്നായി എന്ന് തോന്നി. എങ്കിലും ആരുമില്ലെങ്കിലും ഞാൻ എന്നെ തന്നെ നോക്കിയിരുന്ന ഒരുപാട് കാര്യങ്ങൾ പറയും. അപ്പോൾ ഇന്ന് ഞാൻ മെയിനായിട്ട് ഒരു ലൈവ് വരാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജാൻമണി ദാസ് എന്ന് പറഞ്ഞ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ അറസ്റ്റ്. നമുക്കെല്ലാവർക്കും അറിയാം, ജാൻമണി ദാസ് CJP പ്രൊട്ടസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ പോവുകയും അതോടൊപ്പം അവർ ജന്തർ മന്ദിറിൽ പോയി, ഓക്കെ, അത് അവരുടെ ഇഷ്ടം. പക്ഷെ അതുകൂടാതെ അവർ വളരെ മോശമായിട്ടുള്ള ഒരു പ്രയോഗം അവർ നമ്മുടെ പ്രധാനമന്ത്രിയെക്കുറിച്ച് പറയുകയും ആ പ്രധാനമന്ത്രിയെക്കുറിച്ച് പറഞ്ഞതിൻ്റെ പേരിൽ അവർക്കെതിരെ മഹിളാ മോർച്ച കേസ് കൊടുക്കുകയും അങ്ങനെ അവർ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. ജാമ്യത്തിലൊക്കെ വിട്ടു, സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയും ചെയ്തു. ഇവിടെ അതല്ല വിഷയം എന്ന് പറയുന്നത്. വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരാളെ, അത് പ്രധാനമന്ത്രി ആയിക്കോട്ടെ അഥവാ ഇനി സാധാരണ ആൾക്കാരായിക്കോട്ടെ, സെലിബ്രിറ്റി ആയിക്കോട്ടെ, പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ഒരു മീഡിയയുടെ മുമ്പിൽ വന്ന് നിന്ന് പച്ചയ്ക്ക് അബ്യൂസ് അല്ലെങ്കിൽ അപരാധം പറയുക എന്നുള്ളത് അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അത് നമുക്കൊരിക്കലും അക്സെപ്റ്റബിൾ അല്ല. അത് എനിക്ക് ഏറ്റവും വളരെ അടുത്തായിട്ടുള്ള സുഹൃത്താണ് ജാൻമണി, എങ്കിലും ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ ജാൻമണി അത് ചെയ്തതിന് ശേഷം ജാൻമണി വന്ന് സീരിയസ് ആയിട്ട് അത് ജനങ്ങളോട് തന്നെ അവർ അതേ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നുകൊണ്ട് ഒരു സോറി പറയുകയുണ്ടായി. അതും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷേ നിയമം അത് നമ്മൾ നിയമത്താൽ അധിഷ്ഠിതമായിട്ടുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. സോ അതും ജാൻമണി പോസ്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. സോ എനിവേ അതവിടെ നിൽക്കട്ടെ. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, എന്നെ ഷോക്ക് ചെയ്ത് നിൽക്കുന്ന ഒരു കാര്യം, ഇതിലും വലിയ മാരകമായിട്ടുള്ള പദപ്രയോഗങ്ങൾ, അതായത് കുഞ്ഞുങ്ങൾക്കോ പ്രായമുള്ളവർക്കല്ലോ സഭ്യതയുടെ ഒരു അംശമെങ്കിലും നോക്കുന്ന ആൾക്കാർക്കോ കാണാൻ പറ്റാത്ത രീതിയിൽ, കേൾക്കാൻ പറ്റാത്ത രീതിയിൽ. ഓക്കെ, ഈ ശാരികയുടെ വീഡിയോ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും ഷെഫീന ബീവി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയിലേക്കാണ്. ഈ ഒരു വീഡിയോ നീങ്ങി പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങോട്ടേക്കാണ്. കാരണം പറഞ്ഞു അവസാനം ഈ ഷെഫീന ബീവിയിലെ ഈ വീഡിയോ വന്ന് നിൽക്കും. ഓക്കെ, അപ്പോ ശാരിക ആദ്യം പറഞ്ഞ ജാൻമണി ദാസിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ജാൻമണി ദാസ് ശരിക്കും സ്വാതന്ത്ര്യം നേടി തന്നതിനല്ല ജയിലിൽ പോയത്. ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ശരിക്കും നീറ്റ് എക്സാമിൽ ക്രമക്കേട് കാണിച്ചതിന്റെ ഭാഗമായിട്ട് ജന്തർ മന്ദിറിൽ നടത്തിയ സമരത്തിൽ ജാൻമണി പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്തു, പങ്കെടുത്തു. എഞ്ചിനീയർ ദാസും അവരൊക്കെ പോയിരുന്നു, ഒരുപാട് സെലിബ്രിറ്റീസും യൂട്യൂബേഴ്സും ഒക്കെ പോയി പങ്കെടുത്ത ഒരു സമരമായിരുന്നു ശരിക്കും പറഞ്ഞ ഈ ജന്തർ മന്ദിറിൽ നടന്ന സമരം. അപ്പോ ജാൻമണി ശരിക്കും ഒരു റീച്ചിന് വേണ്ടിയിട്ട്, ജാൻമണിക്കൊരു വിചാരമുണ്ട്, നമുക്ക് കേരളത്തിലുള്ള ഒട്ടുമിക്ക ആളുകൾക്ക് മോദി ഇഷ്ടമല്ല, നമ്മുടെ പ്രധാനമന്ത്രി ഇഷ്ടമല്ല, വെറുക്കപ്പെടുന്നു എന്നുള്ളൊരു ചിന്ത ജാൻമണിക്കുണ്ടായിരുന്നു. സോ ജാൻമണി അതുപോലൊരു സംസാരിച്ചു കഴിഞ്ഞാൽ മേ ബി ചിലപ്പോൾ നല്ലൊരു റീച്ചിലേക്ക് ചിലപ്പോൾ അത് പോകാം. റീച്ചിലേക്ക് പോയി കഴിഞ്ഞാൽ ജാൻമണിക്ക് കുറച്ചും കൂടെ ഒരു ഫാൻ ബേസും കാര്യങ്ങളും ഒക്കെ കയറി വരും എന്നുള്ളൊരു ചിന്തയിൽ ജാൻമണി ശരിക്കും ചെയ്തതാണ് ആ വീഡിയോ. പക്ഷെ പുള്ളിക്കാരിയുടെ കയ്യിൽ നിന്ന് അത് പോയി, പുള്ളിക്കാരിയുടെ കയ്യിൽ നിന്നില്ല. അത് ബാക്കിയുള്ള സോഷ്യൽ മീഡിയയും ഒക്കെ അത് ഏറ്റെടുത്ത് അത്യാവശ്യം നല്ല രീതിയിൽ റീച്ച് ആക്കി കൊടുത്തു. അത് മഹിളാ സംഘടനയോ മഹിളാ അസോസിയേഷനോ ആരാണ് അവരെ കൊണ്ടുപോയി കേസ് ഫയൽ ചെയ്തു. ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ജാൻമണി ദാസിനെ അറസ്റ്റ് ചെയ്തു. ഓക്കെ, ജാൻമണി ഇതിനു മുമ്പ് സോറി പറഞ്ഞത് പോലും ശരിക്കും പറഞ്ഞാൽ ഉള്ളിൽ തട്ടി സോറി പറഞ്ഞ വ്യക്തിയൊന്നും അല്ല ജാൻമണി. അതങ്ങനല്ല. നമ്മൾ ബിഗ് ബോസിലടക്കം ജാൻമണിയുടെ ഒരു റിയൽ ക്യാരക്ടർ നമ്മൾ പുറത്ത് കണ്ടതാണ്. സോ അതുകൊണ്ട് ശാരിക ഇപ്പോൾ ജാൻമണി ചെയ്ത് തെറ്റാണെന്ന് പറയുന്നുണ്ടെങ്കിലും മനസ്സുകൊണ്ട് ചിലപ്പോൾ മേ ബി ജാൻമണിയുടെ ഒപ്പം ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ശാരിക കുറച്ച് നാളുകളായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷഫീന ബീവി എന്ന് പറയുന്ന ഒരു ലേഡീനെ ശരിക്കും അകത്താക്കണം, അല്ലെങ്കിൽ ഒരുപാട് യൂട്യൂബേഴ്സ് ഇതുപോലെ വീഡിയോ ചെയ്യുന്ന റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന യൂട്യൂബേഴ്സിനെ അകത്താക്കണം, പൂട്ടണം എന്നുള്ള രീതിയിൽ നടക്കുന്നതും ചിന്തിക്കുന്നതും എപ്പോഴും മുന്നിലും ഉറക്കത്തിലും ഒക്കെ ശാരികയുടെ ചിന്ത മേ ബി ചിലപ്പോൾ ഇത് തന്നെയായിരിക്കാം. ഓക്കെ, ഇവരെ അകത്താക്കണം, ഇവരെ എങ്ങനെയെങ്കിലും പൂട്ടണം എന്നുള്ളൊരു ചിന്ത നല്ലതാണ്, അല്ലെന്ന് പറയുന്നില്ല. കാരണം ഇതുപോലെ സൈബർ അറ്റാക്ക് നടക്കുന്ന ആളുകളെയൊക്കെ ശരിക്കും പറഞ്ഞാൽ പൂട്ടണം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ശരിക്കും ശാരിക ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ശാരിക ഇപ്പോ റിയാക്ഷൻ ബൈ ശാരികയിലേക്ക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞിട്ട് ശാരിക വീഡിയോയുടെ ഇൻട്രോ ഒക്കെ നല്ല അടിപൊളിയായിട്ട് പറഞ്ഞു വരുന്നുണ്ട്. സോ ശാരിക ചെയ്യുന്നതും ശരിക്കും പറഞ്ഞാൽ ഒരു റിയാക്ഷൻ തന്നെയാണ്. ഷഫീന ബീവിയെ ശാരിക കുറ്റപ്പെടുത്തുന്നു, അവരെ പറയുന്നു, അവർക്കെതിരെ കേസിന് നീങ്ങുന്നു. ഇത് ശരിക്കും ഒരു റിയാക്ഷൻ അല്ലേ? അവർക്ക് വേണമെങ്കിൽ ശാരികക്കെതിരെ കൊണ്ട് കേസ് കൊടുക്കാലോ, എന്നെ പറ്റി എനിക്കെതിരെ നിരന്തരം ഇതുപോലെ വീഡിയോസ് ഇടുന്നു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് ഷെഫീന ബീവിക്ക് കൊണ്ടുപോയി കേസ് ഫയൽ ചെയ്യാം. പക്ഷെ പുള്ളിക്കാരി അത് ചെയ്യുന്നില്ല, പുള്ളിക്കാരി മൈൻഡ് പോലും ചെയ്യുന്നില്ലായിരിക്കും. ശാരികയുടെ വീഡിയോസോ കാര്യങ്ങളൊന്നും ചിലപ്പോൾ മേ ബി കാണുന്ന പോലും ഇല്ലായിരിക്കും. ശാരിക ചെയ്യുന്നത് നല്ലൊരു പ്രവർത്തനമാണ്. കാരണം ഷെഫീന ബീവിക്ക് ഞാൻ സപ്പോർട്ട് ചെയ്ത് പറയുന്നില്ല. കാരണം മഞ്ജു ചേച്ചിയുടെ മോളുടെ ഒക്കെ കേസ് വന്ന സമയത്ത് ഷെഫീന ബീവി അറിഞ്ഞും പൂർജ്ജും വന്നിരുന്ന് തെറി വിളിച്ചത് ഞാൻ കണ്ടതാണ്, ഞാൻ കേട്ടതുമാണ്.
അതിനെതിരെ ഷെഫീന ബീവിക്കെതിരെ ഞാൻ വീഡിയോ ചെയ്തതുമാണ്. പക്ഷേ എല്ലാ തെറ്റിനെയും എപ്പോഴും ഒരാളെ മേളിൽ എപ്പോഴും അങ്ങ് തെറ്റുകൾ അടിച്ചേൽപ്പിക്കാൻ നമുക്ക് പറ്റത്തില്ല. ഇപ്പൊ ഷെഫീന ബീവി ആണെങ്കിൽ പോലും നല്ല വീഡിയോസും പുള്ളിക്കാരി ചെയ്യുന്നുണ്ട്, അത് ശാരിക കാണുന്നില്ല. ഒരുപാട് നല്ല വീഡിയോസ് പുള്ളിക്കാരി ചെയ്യുന്നുണ്ട്. ശാരിക കാണുന്നത് അവരുടെ നെഗറ്റീവ് സൈഡ് മാത്രമാണ്. ഇപ്പൊ എന്തോ ഹൈക്കോർട്ടിൽ എന്തോ കേസോ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും, ഒരുപാട് ഇത്ര യൂട്യൂബേഴ്സിനെ പൂട്ടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ശാരിക ഇപ്പൊ വന്നിരുന്ന് സംസാരിക്കുന്നത് തന്നെ. എന്തായാലും ശാരികയുടെ വീഡിയോ നമുക്ക് എങ്ങോട്ടാണ് പോകുന്നതെന്ന് കാണാം. ഞാൻ പറഞ്ഞിടത്തേക്ക് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ശാരികയുടെ ഈ വീഡിയോ ശരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ബാക്കിയുടെ കണ്ടുനോക്കാം. അസഭ്യ വർഷങ്ങൾ, അപരാധങ്ങൾ, വ്യഭിചാരങ്ങൾ പറയുന്ന, വാക്കുകൾ കൊണ്ട് വ്യഭിചരിക്കുന്ന കുറച്ചധികം യൂട്യൂബേഴ്സ്, എ ബഞ്ച് ഓഫ് യൂട്യൂബേഴ്സ് ആർ ഹിയർ ഔട്ട്സൈഡ് അല്ലേ. ഈ പറയപ്പെടുന്ന ഷഫീന ബീവി, കുറേയധികം ആൾക്കാർ, ഈ പറയുന്ന എന്താ പറയുന്നത്, കുറച്ച് അവരുടെ ടീമിലുള്ള അവരുടെ പേരുകളൊന്നും ഞാൻ പറയുന്നില്ല. മെയിനായിട്ട് ഞാൻ കേട്ടിരിക്കുന്നത് ഒരാളുടെ ഫാമിലിയെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരാളുടെ ഫാമിലിയെ അധിക്ഷേപപരമായിട്ട് സംസാരിക്കുന്ന ഒരു സ്വഭാവത്തിനുടമ, ഒരു വൈകൃതത്തിനുടമ ഷഫീന ബീവി എന്ന വ്യക്തി എന്ന് ഞാൻ പറയും. അവരുടെ മാനസിക വ്യാപാരം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മളെല്ലാവരും യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം എന്ന പ്ലാറ്റ്ഫോം, അല്ലെങ്കിൽ ഫേസ്ബുക്ക് എന്ന പ്ലാറ്റ്ഫോം, എന്ത് സോഷ്യൽ മീഡിയയും ഉപയോഗിക്കുന്നത് എന്തിനാണ്? ജനങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ ഒരു ഇൻകം ഏൺ ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും അതിലൊരു സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ അതിൻ്റെ പേരിൽ ഒരാളുടെയും മാനത്തെയോ ഒരാളുടെയും ഫാമിലിയെയോ ഒരാളുടെയും മക്കളെയോ അധിക്ഷേപിക്കാൻ നമുക്ക് ആർക്കും അവകാശമില്ല. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അത് അനുവദിക്കുന്നില്ല. നിങ്ങൾക്ക് റൈറ്റ് ടു സ്പീക്ക് എന്ന് പറഞ്ഞ പോലെ റൈറ്റ് ടു ലീവ് അല്ലേ, നമുക്ക് സമാധാനപരമായിട്ടും സന്തോഷപരമായും അഭിമാനത്തോടുകൂടി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് തരുന്നുണ്ട്, നമ്മുടെ രാജ്യം നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ യൂട്യൂബ് ഇന്ന് ഉപയോഗിക്കുന്നത്, നമ്മൾ ഇൻസ്റ്റാഗ്രാം ഇഷ്ടംപോലെ ഉപയോഗിക്കുന്നത്, നമ്മുടെ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, ഡെമോക്രസി ഇല്ലാത്ത നാർസിസ്റ്റ് ഭരണത്തിലുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന ഏകാധിപത്യ രാഷ്ട്രങ്ങളിലെല്ലാം അവരുടെ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചാണ് അവർ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഒരു പ്രശ്നം നാട്ടിലുണ്ടായി കഴിഞ്ഞാൽ അവർ അപ്പം തന്നെ കട്ട് ചെയ്യുന്ന ഇൻ്റർനെറ്റാണ്. ഇന്ത്യ ഒന്നും ചെയ്യുന്നില്ല. ഇന്ത്യ എക്സ്ട്രീം, ഇത്രയും നാനാത്വത്തിൽ ഏകത്തിൽ ജീവിച്ചിട്ടും പല മതസ്ഥരുടെ കീഴിൽ ഉള്ള ഒരു രാജ്യമായിട്ടും എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അത് ഒന്നും നമ്മുടെ രാജ്യങ്ങളിൽ വളരെ ക്രൂഷ്യൽ കണ്ടീഷനിൽ, അതായത് ടെറർ ആക്രമണം പോലുള്ള കണ്ടീഷനിൽ മാത്രമാണ് അതെല്ലാം നടപ്പിലാക്കുന്നത് അല്ലേ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ യഥേഷ്ടം ഇൻ്റർനെറ്റ് ഉപയോഗിക്കാം, നമുക്ക് എന്ത് വേണമെങ്കിലും നോക്കാം, എന്ത് വേണമെങ്കിലും പറയാം. ക്രിറ്റിസിസം വേണ്ടെന്ന് ആരും പറയുന്നില്ല. പക്ഷെ ക്രിറ്റിസിസത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട്, ജേർണലിസത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട്, മാധ്യമധർമ്മത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് യൂട്യൂബ് റിയാക്ടേഴ്സ് കാണിക്കുന്ന തോന്നിയവാസങ്ങൾ അനുവദിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ജാൻമണി ഇന്ന് അറസ്റ്റ് ചെയ്ത് കേട്ടപ്പോൾ സത്യം ഞാൻ ഷോക്ക്ഡായിപ്പോയി. കാരണം അതിലും കഴിഞ്ഞ ദിവസം ഞാനും കുറച്ചധികം ആൾക്കാരും ചേർന്ന് ഒരു പത്രസമ്മേളനം തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ നടത്തിയിരുന്നു. അതിൻ്റെ അജണ്ട എന്ന് പറഞ്ഞാൽ, അതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷഫീന ബീവിയെ പോലുള്ള വെർബൽ റേപ്പിസ്റ്റുകൾ, ഇപ്പോൾ പറഞ്ഞാൽ അതുൽ വ്ളോഗ്സ്, അതുപോലെ വിവി ഹിയർ, ഈ അതുൽ വ്ളോഗ്സിൻ്റെ ഒക്കെ ചാനൽ നിങ്ങൾ നോക്കണം. ഞാൻ ഈ അതുൽ വ്ളോഗ്സിനോട് എനിക്ക് പേഴ്സണലി യാതൊരു ദേഷ്യവുമില്ല. അയാൾ എന്നെ വന്നൊന്നും പറയുന്നില്ല ഇപ്പോൾ. കാരണം ഞാൻ അയാളെ അങ്ങോട്ട് ചെന്ന് ആക്രമിക്കാത്തതുകൊണ്ടായിരിക്കും അയാൾ പറയാതെ. കാരണം എൻ്റെ തൊഴിൽ അതല്ല. അയാളുടെ കുടുംബത്തിൽ നിന്ന് എന്ത് നടക്കുന്നു, അയാൾ സൽഗുണ സമ്പന്നനാണോ, അയാൾ മാന്യനല്ലയോ, അയാൾ ആരുടെയെങ്കിലും പുറകെ നടക്കുന്നുണ്ടോ, അയാൾ ഇനി എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ, ഇതൊന്നും നോക്കുന്ന എൻ്റെ പണിയല്ല. പക്ഷെ ഇവരൊക്കെ ഇരുന്നു കൊണ്ട് മറ്റുള്ളവരെ ഇപ്പോൾ അവർ ചിന്തിക്കും, ഇപ്പോൾ അതിൽ ഇത് വെച്ച് റിയാക്ട് ചെയ്യുമ്പോൾ അതിൽ പറയാം, ഈ ശാരിക മാടത്തെ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് അവൻ പറയും. പക്ഷെ ഇതിവിടെ അതല്ല വിഷയം. ശാരിക എന്നെ പറയാത്തതോ എന്നെ പറയുന്നതോ ഒന്നും അല്ല വിഷയം. നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരേ ആൾക്കാരിലേക്ക് ഈ പണം കിട്ടുമെന്നൊരൊറ്റ കാരണത്താൽ, യൂട്യൂബ് പൈസ തന്നില്ലെങ്കിൽ, ഇൻസ്റ്റാഗ്രാം പൈസ തരുന്നില്ലെങ്കിൽ, ഫേസ്ബുക്ക് പൈസ തരുന്നില്ലെങ്കിൽ ഇവന്മാരിത് ചെയ്യുമോ? ഈ ഷഫീന ബീവി ഇത് ചെയ്യുമോ? യൂട്യൂബ് ഒരു സുപ്രഭാതത്തിൽ തീരുമാനിക്കുകയാണ് ഇനി റിയാക്ഷൻ വീഡിയോസിന് പൈസ കൊടുക്കുന്നില്ല. എന്ത് ചെയ്യും ചേച്ചിമാരെന്ത് ചെയ്യുമായിരുന്നു? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പം പൈസയ്ക്ക് വേണ്ടി മാത്രമാണ്. ഇപ്പം നിങ്ങൾ ചോദിക്കും ശാരിക ലൈവിൽ വന്നിരിക്കുന്ന പൈസയ്ക്ക് വേണ്ടിയില്ലേ? ഞാൻ പൈസയ്ക്ക് വേണ്ടി മാത്രമല്ല ലൈവിൽ ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്താ അപരാധം? അവിടെ നിർത്താം. ശാരിക ഇതിനു മുമ്പ് ആങ്കർ ആയിരുന്നു. ഓക്കെ, ശാരിക ഇതിനു മുമ്പ് ആങ്കർ ആയിരുന്നു. ശാരികയുടെ ഓരോ ഇന്റർവ്യൂവിലുള്ള അവതരണവും കാര്യങ്ങളും ഒന്നും ഇഷ്ടപ്പെടാത്ത ഒരുപാട് മലയാളികളുണ്ട്. ഒട്ടും ഇഷ്ടപ്പെടാത്ത മലയാളികളുണ്ട്. കാരണം നമ്മൾ ഒരാളെ ഇന്റർവ്യൂ എടുക്കാൻ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ഗസ്റ്റ് വന്നിരിക്കുന്ന സമയത്ത് അവരെ ചൊറിഞ്ഞ് എന്തൊക്കെ കാട്ടിക്കൂട്ടാമോ അതെല്ലാം കാട്ടിക്കൂട്ടുന്ന ഒരു വ്യക്തിയാണ് ശരിക്കും ശാരിക. നാക്കുകൊണ്ട് അവരെ ഏത് രീതിയിലൊക്കെ എന്തൊക്കെ പറയാമോ ആ രീതിയിലെല്ലാം പറയുന്ന ഒരു വ്യക്തിയാണ് ശാരിക. ഈ ശാരികയുടെ അടുത്ത് ഇന്റർവ്യൂവിന് വന്ന ഒരു വ്യക്തിയായിരുന്നു രേണു സുധീർ. നിങ്ങൾ ശാരികയും രേണു സുധീരും തമ്മിലുള്ള ഇന്റർവ്യൂ എടുത്ത് നിങ്ങൾ യൂട്യൂബിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു സമയത്ത് ശാരിക രേണു സുധിയെ ഇന്റർവ്യൂ വഴി ഏതൊക്കെ രീതിയിൽ മെന്റലി ശരിക്കും പറഞ്ഞാൽ ടോർച്ചർ ചെയ്തു. ഓക്കെ, രേണു സുധി തിരിച്ചെന്തൊക്കെയോ വലിയ രീതിയിൽ ഷൗട്ട് ചെയ്യുന്നു. എന്തൊക്കെയോ അവര് ശരിക്കും ബിഗ് ബോസിൽ ഇവർ രണ്ടുപേരും വന്ന സമയത്ത് പോലും നമ്മൾ കരുതിയാണ് ഇവർ ഭയങ്കര അടിയും വഴക്കും തമ്മിൽ തല്ലാവും. അത് പ്രതീക്ഷിച്ച് തന്നെയാണ് ബിഗ് ബോസ് രേണു സുധി ഉള്ളപ്പോൾ ശാരികയും കൂടെ
ഹൗസിലേക്ക് കയറ്റി വിട്ടത്. പക്ഷേ ബിഗ് ബോസിന്റെ ചിന്തയ്ക്ക് അപ്പുറത്തേക്ക് മാറ്റം സംഭവിച്ചു. ഇവർ രണ്ടുപേരും നല്ല ക്ലോസ് ആയി, ഇവർ നല്ല കമ്പനിയായി, ഇവരിപ്പോൾ നല്ല ഫ്രണ്ട്സ് ആണ്. ഓക്കെ, അങ്ങനെ തന്നെ പോട്ടെ, നല്ല കാര്യം. വെറുതെ അടിമയൊക്കെ ഇതിനാണ്. കുറച്ചു നാളെ ഭൂമിയിൽ ജീവിക്കുന്നുള്ളൂ. ആ ഒരു സമയത്ത് നല്ല സൗഹൃദവും അടിപൊളിയൊരു നല്ലൊരു രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് തന്നെയാണ് എപ്പോഴും ശരി. ഇപ്പോൾ ശാരിക ഇവിടെ പറയുന്നുണ്ട് ഈ പൈസ കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒക്കെ ചെയ്യുമെന്ന്. പക്ഷെ അന്ന് ശാരിക ഓരോ ചാനലുകളിൽ, കാരണം ബിഗ് ബോസിൽ പോയതിനു ശേഷമാണല്ലോ ശാരിക ഇപ്പോൾ സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്, ഇതിൽ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ബിഗ് ബോസിൽ പോയപ്പോൾ കിട്ടിയൊരു ഫെയിം, ആ ഒരു ഫെയിം ഉണ്ടായത് കൊണ്ടാണ് ശാരിക ഇപ്പോൾ ഇവിടെ വന്നിരുന്ന് സംസാരിക്കുന്നതും ശാരിക ഇപ്പോൾ കേരളത്തിലുള്ള ഒട്ടുമിക്ക ആളുകൾക്കും അറിയാവുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പൊ സ്വന്തമായിട്ട് ചാനൽ തുടങ്ങിയതും വീഡിയോസ് ഇടുന്നതും ഒക്കെ ഇപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ്? വരുമാനത്തിന് വേണ്ടിയല്ലേ എന്റെ ശാരിക? എനിക്കിതാണ് ശാരികയോട് ചോദിക്കാനുള്ളത്. വരുമാനത്തിന് വേണ്ടിയല്ലേ? അത് മാത്രമല്ല, ശാരിക അന്ന് ഇന്റർവ്യൂ എടുത്തുകൊണ്ടിരുന്ന സമയത്തും, അതായത് ഓരോരോ ചാനലുകളിലും പോയി ഇന്റർവ്യൂ എടുക്കാറുണ്ടായിരുന്നു ശാരിക. ഓക്കെ, അപ്പോൾ ആ ചാനലുകളിലൊക്കെ പോയിരുന്നിട്ട് ഇന്റർവ്യൂ എടുക്കുന്നതും വരുന്ന ആളുകളെ അവർക്ക് പോലും സംസാരിക്കാൻ അവർ പോലും മടിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പോലും അവരെ കയ്യിൽ നിന്നും ചോദ്യം ചോദിച്ച് ചെകഞ്ഞെടുത്തുകൊണ്ടിരുന്നതും ഒക്കെ ശരിക്കും ഒരു ചാരിറ്റി വർക്കായിരുന്നു ശാരിക. അത് ശാരിക അതിലൊന്നും പണം വാങ്ങിയിട്ടില്ല. ഈ ചാനലുകളെ നിന്നൊന്നും ഒരു റെമ്യൂണറേഷൻ വാങ്ങിച്ചിട്ടില്ലേ? ഇതിൽ പറയുമ്പോൾ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ആലോചിച്ചും കണ്ടും ലോജിക്കായിട്ടുള്ള രീതിയിലൊക്കെ പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ എനിക്ക് ശാരികയെ പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. കാരണം അത്യാവശ്യം നല്ല ബോൾഡായിട്ടുള്ള ലേഡിയാണ്. ഓക്കെ, ശാരിക പറയുമ്പോൾ രേണുസുതി ഭയങ്കര ബോൾഡാണെന്ന്, പക്ഷെ അല്ല, എൻ്റെ അറിവിൽ അവരെ രണ്ടുപേരും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ശാരികയാണ് ശരിക്കും ബോൾഡ്. അപ്പോൾ ബാക്കി കൂടെ നമുക്ക് കണ്ടുവെക്കാം. പറഞ്ഞ് പൈസ ഉണ്ടാക്കിയാൽ പോരെ? എനിക്ക് എന്ത് തോന്നിവാസം പറഞ്ഞ കോപ്രായം കാണിച്ച് എനിക്ക് പൈസ ഉണ്ടാക്കാം. ഒരു ഡിഗ്നിറ്റി. ഇപ്പൊ എൻ്റെ അതേ സ്വഭാവം ആവണം മറ്റുള്ളവർക്ക് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ മറ്റുള്ളവരുടെ ലൈഫിലേക്ക് കടന്നു കയറുമ്പോൾ അതിന് നിങ്ങളൊരു കൺട്രോൾ ചെയ്തേ പറ്റുള്ളൂ. ഒരാളുടെ ഗേറ്റിനപ്പുറത്തേക്ക് കള്ളന്മാരല്ലാതെ ആരെങ്കിലും അതിക്രമിച്ച് കയറാറുണ്ടോ? നമ്മുടെ രാജ്യത്ത്, പ്രത്യേകിച്ച് കേരളം, മറ്റുള്ള ഉത്തരേന്ത്യ വിടൂ, നമ്മുടെ കേരളത്തിൽ ഒരാളുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറുന്ന ആൾക്കാരെ, നമ്മുടെ പെർമിഷൻ ഇല്ല നമ്മുടെ മതിലിനപ്പുറത്തേക്ക് കയറുന്ന ആൾക്കാരെ നമ്മൾ എന്താ വിളിക്കുന്നത്? കള്ളൻ അല്ലേ? നമ്മുടെ വീട്ടിനകത്തേക്ക് അതിക്രമിച്ച് കയറിയ ആൾ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അതുപോലെ തന്നെയാണ് സൈബർ ഇടങ്ങളിൽ നമ്മുടെ സ്വകാര്യതകളിലേക്കും നമ്മുടെ ഫാമിലി മാറ്റേഴ്സിലേക്കും നമ്മുടെ പേഴ്സണാലിറ്റിയിലേക്കും അതിക്രമിച്ച് കയറുന്ന ആൾക്കാരെ നമ്മൾ എന്ത് വിളിക്കണം? ഈ പറയപ്പെടുന്ന ഷഫീന ബീവിയോ അതൊരു വ്ളോഗ്സോ വിവി ഹിയറോ രാഷ്ട്രോക്സോ ഒന്നും നമ്മുടെ വീട്ടുമുറ്റത്ത് വന്ന് സംസാരിക്കുമോ? ഷഫീന ബീവി എന്ന് പറഞ്ഞ വ്യക്തി ആരുടെയെങ്കിലും വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന ഗൂഢതന്ത്രത്തിന്റെ പുറത്ത് മാത്രമാണ് അവർ അങ്ങനെയൊക്കെ പോയിരിക്കുന്നത്. അവർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുള്ള ആൾക്കാരുടെ മുമ്പിലാണ് അവർ പോയിരിക്കുന്നത്. അവർ ടാർഗറ്റ് ചെയ്യുന്നിരിക്കുന്ന വിഡോവേഴ്സിനെയും സിംഗിൾ മദേഴ്സിനെയും ഒറ്റയ്ക്ക് താമസിക്കുന്ന, ഒറ്റയ്ക്ക് അന്തസ്സോടുകൂടി വിജയിച്ച് ജീവിക്കുന്ന ഓൺട്രപ്രണേഴ്സ്, ലേഡി ഓൺട്രപ്രണേഴ്സിനെയാണ് അവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. രേണുസുതിയുടെ കേസ് എല്ലാവരും പറയും, ഞാൻ ശാരിക രേണുസുതിയെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. രേണുസുതി കാണിക്കുന്ന തോന്നിവാസങ്ങളിൽ എന്താണ് രേണുസുതി തോന്നിവാസങ്ങൾ കാണിച്ചിരിക്കുന്നത്? രേണുസുതി എൻ്റെ അറിവിൽ ഒരു 2000 സുധി ചേട്ടൻ മരിച്ചതിന് ശേഷം അവർ ആൽബം അഭിനയിക്കാൻ ഇറങ്ങുന്നു. അതായത് ആദ്യത്തെ വർഷം 2022, എനിക്കൊന്ന് 23, 24 കാലഘട്ടങ്ങളിൽ അവർ ആൽബത്തിൽ അഭിനയിക്കുന്നു. ആൽബത്തിൽ അഭിനയിച്ചതിന് ശേഷം ബിഗ് ബോസിൽ വരുന്നു. ബിഗ് ബോസിലും വന്നു ഇറങ്ങിയതിന് ശേഷം നിവർത്തികെട്ടാണ് രേണുസുതി പല കാര്യങ്ങൾക്കും റിയാക്ട് ചെയ്യാൻ തുടങ്ങിയത്. അതിനു മുമ്പ് രേണു ഒരുപാട് ആൽബങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. രേണു മുടക്കാൻ തുടങ്ങിയത്. ഓക്കെ, രേണുസുതി ആൽബത്തിൽ അഭിനയിച്ചു, ഓരോ കാര്യങ്ങളും ചെയ്തു. ഇതെല്ലാം ശരിക്കും നല്ലൊരു കാര്യമാണ്. പക്ഷെ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. രേണുസുതി ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞൊരു പരിപാടി തുടങ്ങി. ഓക്കെ, അത് ശരിക്കും നല്ലതായിരുന്നു ശാരിക? ശരിക്കും അത് നല്ലതായിരുന്നു. സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവത്തിൽ രേണുസുതി കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളൊക്കെ ശരിക്കും നല്ലത് തന്നെയായിരുന്നു. ശാരിക വീഡിയോ കാണുമെന്ന് പോലും എനിക്കറിയാൻ പാടില്ല. എൻ്റെ ചേച്ചിയുടെ പ്രായം ചിലപ്പോൾ കാണും, എങ്കിലും ശാരിക എന്ന് വിളിക്കുകയാണ്. ഈ വീഡിയോ കാണുമെന്ന് പോലും എനിക്കറിയാൻ പാടില്ല. പക്ഷേ ആൽബം എടുക്കുന്നതും ഷോർട്ട് ഫിലിം എടുക്കുന്നതും വാട്ടവർ, അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് വന്നത് കാട്ടിക്കൂട്ടി ഓരോരോ കാര്യങ്ങളുമുണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിലടക്കം നോക്കി നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ ശരിക്കും നല്ലതായിരുന്നു എന്ന് ശാരിക ഒന്ന് പറയണം. രേണുസുതിക്ക് 2 മക്കളാണുള്ളത്. ഒന്ന് വളർത്തുമകനായ കിച്ചു സുധിയും, 2 മറ്റേ ഋതുൽദാസ് എന്ന് പറയുന്ന ഋതപ്പന്. ഈ പിള്ളേര് അമ്മ കാട്ടിക്കൂട്ടുന്ന ഓരോ കോപ്രായങ്ങളും കണ്ടിട്ട് ശരിക്കും സമൂഹത്തിനിടയിൽ എങ്ങനെ ഇറങ്ങി നോക്കും, നടക്കും. മറ്റേത് കൊച്ചു കുഞ്ഞാണ് ഋതപ്പൻ, അവനെ വിട്ടേക്കും. ഈ രാഹുൽദാസിനെ എടുക്ക്, പുള്ളിക്കാരൻ എങ്ങനെ ഇറങ്ങി നടക്കും എന്നുള്ളൊരു കാര്യം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിനെപ്പറ്റി നിങ്ങൾ എന്തെങ്കിലും പറയാറ് ഇതുവരെ വീഡിയോയിൽ ശാരിക പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. കുറച്ചെങ്കിലും മാന്യമായിട്ടുള്ള രീതിയിൽ ഈ സബ്സ്ക്രിപ്ഷനിലൊക്കെ വന്ന് നിന്നൂടെ? കാട്ടിക്കൂട്ടി ഇതൊക്കെ ചിലപ്പോൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി ചിലപ്പോൾ കാണാൻ സാധിക്കുമായിരിക്കും.
സോ അതിനെപ്പറ്റി ഒരു മറുപടി ശാരിക ഒന്ന് തരണേ. ഈ സബ്സ്ക്രിപ്ഷൻ എടുത്തത് ബാക്കി ഒന്നും ഞാൻ രേണുസുധിയെ ശരിക്കും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, വിമർശിച്ചിട്ടുണ്ട്. അത് തെറ്റിനെയാണ് ഞാൻ വിമർശിച്ചിട്ടുള്ളത്. ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞൊരു പരിപാടി എനിക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. രേണുസുധിക്ക് സബ്സ്ക്രിപ്ഷൻ എടുത്തതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. അതിന് ഞാൻ നല്ല രീതിയിൽ വിമർശിച്ച് വീഡിയോ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അതിനെപ്പറ്റി ഒരു മറുപടി എനിക്ക് ശാരിക തരണേ. അപ്പോ ബാക്കി കാണാം. രേണുവിന്റെ അഭിനയത്തെ കോപ്രായം എന്ന് പറഞ്ഞു, മറ്റേതെന്ന് മറിച്ചതെന്നും പറഞ്ഞു അപമാനിക്കുകയും അത് വെച്ച് റീച്ച് ഉണ്ടാക്കുകയും ചെയ്ത ഒരുപാട് വ്ളോഗേഴ്സ് ഉണ്ട്. അതായത് പക്ക ബോഡി ഷെയ്മിങ് ആൻഡ് സ്ലട്ട് ഷെയ്മിങ് ആണ് നടത്തിയത്. അവസാനം സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയപ്പോൾ അതിന്റെ പേരിലായി അണ്ടകടാഹം മുടക്കാൻ തുടങ്ങിയത്. പക്ഷേ അവിടെ ഒന്നും ഒരിക്കലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം രേണു വളരെ ക്ഷുഭിതയായിക്കൊണ്ടൊരു വീഡിയോ ചെയ്തിരുന്നു. പക്ഷെ നിങ്ങൾ ഒരു വർഷം മുമ്പുള്ള, അതായത് ബിഗ് ബോസിന് മുൻപുള്ള രേണുവിന്റെ ചാനൽ എടുത്ത് നോക്കൂ. രേണു ആരെങ്കിലും കുറിച്ച് അപവാദം പറയുന്നതോ ആരോടെങ്കിലും റിയാക്ട് ചെയ്യുന്നതോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവരാദ്യം അതെല്ലാം വിട്ട് കളഞ്ഞതാണ്. പക്ഷെ ഒരു മനുഷ്യനെ കണ്ടിന്യൂസ് ആയിട്ട് 1.5-2 വർഷം ഇട്ട് ഹരാസ് ചെയ്യുക. നമ്മുടെ കോളേജിൽ പോലും കാണത്തില്ല ഇങ്ങനെ റാഗ് ചെയ്യുന്നത്. ആദ്യത്തെ ഒരു ഫ്രഷേഴ്സ് ഡേ കഴിയുന്നവരെ ആ റാഗിങ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഇതെന്താണ് കാണിച്ചു കൂട്ടുന്നത്? നമ്മുടെ സമൂഹത്തിൽ എന്താണ് ചെയ്യുന്നത്? ഒരാൾ പുതുതായിട്ട് വരിക, ഇപ്പൊ രേണുസുധി എന്ന വ്യക്തി അവർ വിഡോയാണ്, അവർ സുധിയുടെ ഭാര്യയായിരുന്നു, പക്ഷെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അഭിനയിക്കുന്നു. അവർ ഈ ഫീൽഡ് ഔട്ട് ആയി പോകണം, അതായിരുന്നു അവരെ പുറകെ നടന്ന് ആക്രമിച്ച ആൾക്കാരുടെ ലക്ഷ്യമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറം വിൽ പവർ ഉള്ള ഒരു ലേഡിയാണ് രേണുസുധി എന്ന് പറയുന്നത്. അവരുടെ വിൽ പവർ കൊണ്ടാണ് ഇന്നും ജീവനോടെ ഇരിക്കുന്നത്. അവർക്ക് ക്യാൻസർ വന്നു കഴിഞ്ഞ് അവരുടെ സന്തോഷം കാണിക്കാൻ വേണ്ടിയിട്ട് അവർ വീഡിയോസ് ചെയ്യുന്നു, ഡാൻസ് ചെയ്യുന്നു, പാട്ട് ചെയ്യുന്നു, വിഗ് വയ്ക്കുന്നു. എന്നിട്ട് അതിന് താഴെ വന്ന് കമന്റ് ചെയ്യുന്ന ഞാനും ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു, ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല, ഞാനും മരുന്ന് മേടിച്ചിട്ടുണ്ട്, എൻ്റെ മരുന്ന് ഇത്രയും വിലയായിട്ടില്ല. നിങ്ങളെന്താ ഓങ്കോളജിസ്റ്റുകളാണോ? നിങ്ങൾ ക്യാൻസർ പേഷ്യൻസ് മാത്രമാണ്. ക്യാൻസറിൽ എത്ര വെറൈറ്റീസ് ക്യാൻസേഴ്സ് ഉണ്ടെന്ന്, അതായത് ഇപ്പോൾ ഈവൻ ബ്രസ്റ്റ് ക്യാൻസർ, ഈ പറയപ്പെടുന്ന ബ്ലഡ് ക്യാൻസർ, അല്ലെങ്കിൽ ഒവേറിയൻ ക്യാൻസർ, അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന തൊണ്ടയിൽ വരുന്ന ക്യാൻസർ, ബ്രെയിൻ ട്യൂമർ, അതിൻ്റെ വേരിയൻസ് പലതരമുണ്ട്. ഇത് ഡോക്ടേഴ്സിന് മാത്രം അറിയാവുന്ന കാര്യമാണെങ്കിൽ ആ വേരിയൻസ് വന്ന ഒരു രോഗിക്ക് മാത്രം രേണുസുധിക്ക് ക്യാൻസർ വന്നു, രേണുസുധി ഇപ്പൊ അതുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അതെല്ലാം അവിടെ നിൽക്കട്ടെ. പക്ഷെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഈ രേണുസുധി വാങ്ങിച്ച മരുന്നിന്റെയും ബില്ലിന്റെയും ഒക്കെ കണക്കുകളും കാര്യങ്ങളൊക്കെ എന്തിനാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഒന്ന് പറയാൻ പോയത്? പുള്ളിക്കാരി കാണിച്ചൊരു ഫോൾട്ട് അതാണ്. പുള്ളിക്കാരി ഇപ്പോൾ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്, പുള്ളിക്കാരി ഇപ്പം ക്യാൻസർ സർവൈവർ ആണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരി അതുമായിട്ട് മുന്നോട്ട് പോവുക. പുള്ളിക്കാരിക്ക് ഇപ്പോൾ ചികിത്സിക്കാൻ പണമില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം പുള്ളിക്കാരുടെ കയ്യിലുണ്ട്. പുള്ളിക്കാരിക്ക് വേണമെങ്കിൽ പുള്ളിക്കാരി ഇഷ്ടപ്പെടുന്ന ആളുകളോട് വന്നിട്ട് ചോദിക്കാം, എനിക്ക് ഇതുപോലെ ചികിത്സയ്ക്ക് സഹായിക്കണം, എനിക്ക് വരുമാനമില്ല, നിങ്ങൾക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്നതല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളികളാണ്. ഇവിടെ ഒരു കുഞ്ഞിനൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്തോ സർജറിക്കോ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപ 2, 3, 4 ദിവസം കൊണ്ട് ഒപ്പിച്ചു കൊടുത്തിട്ടുള്ള വ്യക്തികളാണ് നമ്മൾ മലയാളികൾ. അത് അഭിമാനത്തോടു കൂടി പറയണം, ചിന്തിക്കണം. ഇവിടെ പക്ഷെ കാട്ടിക്കൂട്ടുന്നത് എന്താണ്? ചികിത്സിക്കാൻ പൈസയില്ല, പണമില്ല എന്ന് കരുതിയിട്ട് ഓരോരോ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടി ചാനൽ ജസ്റ്റ് ഡൗൺ ആകുമ്പോൾ എന്തെങ്കിലും ഒരു വിവാദമായിട്ട് വരും. ആ വിവാദം വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കും. ആ വിവാദത്തെ പറ്റി ഒരു 10-12 വീഡിയോസ് നിങ്ങൾ ഇടും. ഇതൊക്കെയാണ് ശരിക്കും ഇവിടെ നടക്കുന്നത്, അല്ലേ? ഇതല്ലേ ഇവിടെ നടക്കുന്നേ. അല്ലാതെ രേണുസുധിയെ ആളുകൾ ഇപ്പൊ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്ന് ശാരിക പറയുന്നു. അതിനുള്ള കാരണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് ആരാണ്? അതിനുള്ള കാരണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതും ഈ രേണുസുധി തന്നെയാണ്. കഴിഞ്ഞ ദിവസം വന്ന രേണുസുധി എല്ലാവരോടും കയറി ഷൗട്ട് ചെയ്ത് നിന്ന ആ ഒരു ഇന്റർവ്യൂ അതിനൊരു ഉത്തമ ഉദാഹരണമാണെന്ന് ഞാൻ വേണമെങ്കിൽ പറയും. നമുക്ക് ബാക്കി കാണാം. അറിയാവുന്ന കാര്യമാണ് ഇതെല്ലാം. നിങ്ങൾ മേടിച്ച അതേ മരുന്നുകൾ അവർ മേടിക്കണമെന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ല. പക്ഷെ എന്തുകൊണ്ടാണ്? രേണുസുധി ആയതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. നമ്മുടെ സമൂഹം എത്രമാത്രം മൂല്യച്യുതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പൊ രേണുസുധി എന്ന് പറഞ്ഞ വ്യക്തി, ഞാൻ പറഞ്ഞ ക്യാൻസർ രോഗികളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം അവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ട സമാധാനമാണ്. സമാധാനത്തിന് അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. അവരൊരു ഡാൻസ് കളിച്ചാൽ, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ കിടക്കുന്ന ആ ഒരു എന്താ പറയുക, ആ സംഭവം ഡോക്ടർമാർ അവർക്ക് മരുന്ന് ഇഞ്ചെക്ട് ചെയ്യാൻ വെച്ചിട്ട് കൊടുത്തേക്കും സാധനം ഒന്ന് ഇളക്കി കാണിച്ചാൽ ഉടനെ തന്നെ പറയുന്നത് ഞങ്ങളുടെ കയ്യിലും ഇതൊക്കെ കുത്തിവെച്ചു. ഓക്കെ, ഇപ്പോ ശാരിക ഇതിനു മുമ്പ് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, യൂട്യൂബ് ഈ പണം കൊടുക്കുന്ന പരിപാടി നിർത്തിക്കഴിഞ്ഞാൽ ഇവന്മാരൊക്കെ ഇതുപോലെ വീഡിയോ ഇടുമെന്ന്. യൂട്യൂബ് പണം കൊടുക്കുന്ന പരിപാടി നിർത്തിക്കഴിഞ്ഞാൽ രേണുസുധി ഇതുപോലെ വീഡിയോ ഇടും, രേണുസുധി ഇതുപോലെ വ്ളോഗ് ചെയ്യും, രേണുസുധി ഇതുപോലെ റീല് ചെയ്യും, ഡാൻസ് ചെയ്യൂ എന്റെ ശാരികയെ. അറിയത്തില്ലെങ്കിൽ രേണുസുധിയോട് ചോദിച്ചിട്ടൊന്ന് പറഞ്ഞു തരണേ, കേട്ടോ? ഞങ്ങൾ ബെഡേ ഇറങ്ങിയിട്ടില്ല, ഞങ്ങൾ കിടന്ന കിടപ്പിൽ കിടന്നുപോയി, ഞങ്ങൾക്ക് ഒരിക്കലും അത് ഷീ ഹാസ് ദാറ്റ് വിൽ പവർ.
അവർക്ക് അതിനുള്ള വിൽ പവർ ഉണ്ട്. അവർക്ക് അവരുടെ ആനന്ദമാണ് ക്യാമറ എന്ന് പറയുന്നത്. അവരുടെ ഡാൻസ്, പാട്ടൊക്കെ അവരുടെ സിരകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാധനമാണ്. അത് മറ്റുള്ളവർ ഇഷ്ടപ്പെടണമെന്ന് രേണുവിന് ഒരു നിർബന്ധവും ഇല്ല. പക്ഷെ അത് ചെയ്തതിൻ്റെ പേരിൽ അവരെ മാക്സിമം ഹരാസ് ചെയ്തു. ഒന്ന് നോക്കൂ, ഒരു ഹോസ്പിറ്റലിൽ വിളിച്ച് 400ഓളം കോൾസ് ചെയ്യുക. കോട്ടയം മെഡിക്കൽ കോളേജ് 400ഓളം കോൾസ് ചെയ്യുന്നതാണ് അവിടുത്തെ ഇന്റേണൽ സ്റ്റാഫ് പറഞ്ഞത്. രേണുസുതിക്ക് ചികിത്സ, രേണുസുതി രോഗം കള്ളമാണ്, നിങ്ങളിത് അന്വേഷിച്ചിട്ട് മാത്രമേ അവർക്ക് ചികിത്സ കൊടുക്കാൻ പാടുള്ളൂ, ചികിത്സ നിഷേധിക്കണം. അവർക്ക് എന്താ തലയ്ക്ക് ഓളമാണോ? ഒരു 2.5 ലക്ഷം രൂപ മുടക്കിയതിന് 7-8 ലക്ഷം രൂപയായി ഇപ്പം തന്നെ അവരുടെ ചികിത്സയ്ക്ക്. 3 കീമോ കഴിഞ്ഞു. ഒരു കീമോ എന്ന് പറയുന്നത് ഒരു സിവിയർ ഒരു ക്യാൻസർ പേഷ്യൻറ്റോട്, ജീവനോടെ ഇപ്പോൾ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു സർവൈവർ ക്യാൻസർ രോഗിയോട് ചോദിക്കുക എന്താണ് കീമോ എന്നുള്ളത്, അതിൻ്റെ വേദന എന്താണെന്ന്. അപ്പോൾ അത് സഹിച്ചിട്ട് ഒരാൾ വന്ന് നിന്ന് ജീവിക്കാൻ സർവൈവ് ചെയ്യുമ്പോൾ തന്നെ ലോകം മുഴുവൻ കല്ലെറിഞ്ഞിട്ടും തൻ്റെ മകന് വേണ്ടിയിട്ട് അവൾ ജീവിക്കുകയാണ്, പൊരുതുവാണ്, അവൾക്ക് വേണ്ടിയിട്ട് കൂടിയും. സീരിയസ്ലി എടാ, മരിച്ചുപോയാൽ തീർന്നു, ആ മൊമെന്റ് ഇറ്റ് സ്റ്റോപ്പ്. അതുവരെയുള്ളൂ ഫൈറ്റൊക്കെ. അത് മനസ്സിലാക്കാത്ത അതിക്രൂരന്മാരായിട്ടുള്ള മനുഷ്യരെന്ന് ഞാൻ പറയത്തില്ല, യൂട്യൂബിലിരിക്കുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്ന വെറും ഊളകളെന്നേ ഞാൻ പറയത്തുള്ളൂ. മനസാക്ഷി ഇല്ലാത്ത സത്യം പറഞ്ഞാൽ യൂട്യൂബിൻ്റെ കമൻസ് നോക്കുമ്പോഴാണ് ഇത്രയും നികൃഷ്ട ജീവികളാണല്ലോ മനുഷ്യരെന്ന് ചിന്തിച്ചു പോകുന്നത്. മുഖമില്ലാത്ത, ഐഡൻറ്റിറ്റി ഇല്ലാത്ത കുറേയധികം ആൾക്കാർ. പക്ഷെ ഐഡൻറ്റിറ്റി ഉള്ളവരും പറയാറുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾ. അയ്യോ സീരിയസ്ലി കേട്ടോ, സ്ത്രീജനങ്ങളുടെ വർത്തമാനം കേൾക്കുമ്പോൾ, കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് എന്ന പേരും പറഞ്ഞ് ഒരുത്തി വന്നിട്ട് വർത്തമാനം ഇവരൊക്കെ എങ്ങനെ പഠിച്ച് അഡ്വക്കേറ്റ് ആയെന്ന് ഞാൻ ആലോചിച്ചു. അവർ പക്കാ സ്ത്രീ DP ഇട്ടിട്ടുണ്ട് അവരുടെ, അത്യാവശ്യം പ്രായവും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഞാൻ ചോദിച്ചു നിങ്ങളുടെ അമ്മയുടെ വല്ല DP ആണോ എന്ന് ഞാൻ ചോദിക്കുകയും ചെയ്തു. അപ്പോൾ ഇത്രത്തോളം തറയായി മാറിയിരിക്കുകയാണ് സൈബർ ഇടങ്ങൾ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾ തറയാവുകയോ നിങ്ങൾ തത്തറയാവുകയോ കുടുത്തറയാവുകയോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടം, അതിൽ ആരും ഇവിടെ ഒന്നും പറയുന്നില്ല. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുകയാണ്, പോരാട്ടം ആരംഭിച്ചിരിക്കുകയാണ്. കേരളം കണ്ട ഏറ്റവും വലിയൊരു സമരത്തിലേക്കാണ് ഇത് പോകാൻ പോകുന്നത്. കേരളം കണ്ട ഏറ്റവും വലിയൊരു സൈബർ ബുള്ളിങ്ങിനെതിരെയുള്ള സമരം. അതിലെല്ലാവരും, എനിക്ക് 100% ഉറപ്പുണ്ട്, ധൈര്യവും നട്ടലുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും ഞങ്ങളോടൊപ്പം ഉണ്ടാവും. നട്ടലുള്ള മാധ്യമ പ്രവർത്തകർ, അത് വെദർ ഇറ്റ് ഈസ് ഓൺലൈൻ ഓർ സാറ്റലൈറ്റ്. ഇതിൻ്റെ നിജസ്ഥിതി ഇവർക്കൊക്കെ അറിയാം. പക്ഷെ ഇവരൊക്കെ വാർത്തകളുടെ പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിൻ്റെ പേരിൽ നശിപ്പിക്കപ്പെടുന്ന ജീവിതങ്ങൾ, നശിപ്പിക്കപ്പെടുന്ന കുടുംബങ്ങൾ നിങ്ങൾ കാണുന്നില്ല എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഖേദകരമായൊരവസ്ഥ. ഹണി റോസിനെ കളിയാക്കിയപ്പോൾ ബോച്ചയെ പോലീസ് അറസ്റ്റ് 5 ദിവസം റിമാൻഡ് ചെയ്തു. നല്ലൊരു കാര്യമാണ്. കാരണം കാലങ്ങളായിട്ട് അങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരുന്നു, അങ്ങേരുടെ പൈസയുടെ ഹുങ്കിൻ്റെ പുറത്ത് അങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരുന്നു. ബട്ട് അവർ റെസ്പോണ്ട് ചെയ്തു. ഓക്കെ ഫൈൻ. ഈ പറയപ്പെടുന്ന ജാൻമണി ദാസ് അങ്ങനെ ആരെയും സ്ലക്ഷേമോ അല്ലെങ്കിൽ അങ്ങനെ അധിക്ഷേപിക്കുന്ന ഒരു വ്യക്തിയല്ല. അവരാണ് മിക്കപ്പോഴും ഇരയായി മാറുന്നത്. മിക്കപ്പോഴും മീഡിയാസിൻ്റെ ഇരയായി മാറുന്ന ഈ ജാൻമണി ദാസ്, ജാസിയെ പോലുള്ള ആൾക്കാരാണ്. അവർ പറയാത്തത് പറഞ്ഞെന്ന് പറയും, ഉണ്ടാക്കി പറയും. പിന്നെ രേണുസുതി, ഇവരൊക്കെയാണ് ഈ പറയപ്പെടുന്ന ഏറ്റവും കൂടുതൽ ഇരയാക്കപ്പെട്ടിരിക്കുന്ന ആൾക്കാർ. പക്ഷേ ജാൻമണി ദാസിനെ വിത്തിൻ 1 മന്ത് ഒരു പരാതിയുടെ പേരിൽ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഈ വീഡിയോയുടെ അവസാനം ഇവിടെ ആയിരിക്കും. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഷഫീന ബീവിയിൽ തന്നെ വന്നെത്തും. ഷാരിക്ക് ഏത് വീഡിയോ ചെയ്താലും അവന്റെ അവസാനം ഷഫീന ബീവിയിലെത്തും. എന്തോ ഷഫീന ബീവിയുടെ അടങ്ങാത്ത പക, അടങ്ങാത്ത കോപം, അടങ്ങാത്ത ദേഷ്യം ഒക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷാരിക്ക്. ഷഫീന ബീവി ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഷഫീന ബീവി അത്ര നല്ലതാണെന്ന് നമ്മൾ പറയുന്നില്ല. എല്ലാ മനുഷ്യന്മാർക്കും അവരവരുടേതായിട്ടുള്ള പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഷാരിക്ക് ഇപ്പം ഷഫീന ബീവിയെ പൂട്ടാൻ ആഗ്രഹമുണ്ടെങ്കിൽ പൂട്ടട്ടെ. പക്ഷേ ഞാൻ ഷഫീന ബീവിയെ പറ്റി സപ്പോർട്ട് ചെയ്ത് പറയില്ല. ഷഫീന ബീവി ചില നല്ല വീഡിയോസും ചെയ്യാറുണ്ട് കേട്ടോ. ഒരുപാട് നല്ല വീഡിയോസും പുള്ളിക്കാരി തന്നെ ചെയ്യാറുണ്ട്. അതിൽ വിമർശിക്കേണ്ടവരെ നല്ല രീതിയിൽ വിമർശിച്ച് വാടപ്പിച്ച് വിടാറുമുണ്ട്. എനിക്കൊന്ന് ഷഫീന ബീവിയുടെ നാക്കിന്റെ ബലത്തിൽ ഷാരിയയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തതിനാലുള്ള ദേഷ്യമാണോ ഷാരിയയ്ക്കെന്നും എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. ഓക്കെ, അപ്പോൾ ബാക്കി കാണാം. മാസങ്ങളായിട്ട് ഈ ഷഫീന ബീവി എന്ന് പറഞ്ഞ വ്യക്തിക്കെതിരെ FIR ഇടുകയും കളക്റ്റീവായിട്ടുള്ള പരാതികൾ ചെല്ലുകയും ചെയ്തിട്ടും അതിനൊന്ന് അന്വേഷിക്കാനോ, ഇവൻ എന്തുകൊണ്ട് സൈബർ പോലീസ് അന്വേഷിക്കുന്നില്ല എന്നാണ് എൻ്റെ ചോദ്യം. സൈബർ പോലീസ് എന്തുകൊണ്ട് ഇത് അന്വേഷിക്കുന്നില്ല? അറിയാവുന്ന ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരണം. സത്യത്തിൽ അവർ നേതൃത്വം കൊടുത്ത് വെച്ചിരിക്കുകയാണ്. അതായത് മറ്റുള്ള തെറി പറയുന്ന യൂട്യൂബ് പെണ്ണുങ്ങളും ഉണ്ട് കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറയാം. ഷഫീന ബീവി മാത്രമല്ല. പക്ഷേ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളെ വെച്ച് സ്ലക്ഷേം ചെയ്യുന്ന, സ്ത്രീകളെയും അമ്മമാരെയും പുരുഷന്മാരെയും ആൺമക്കളെയും വെച്ച് സ്ലക്ഷേം ചെയ്യുന്ന ഞാൻ കണ്ടിരിക്കുന്ന ഒരു സ്ത്രീ ഷഫീന ബീവി എന്ന് പറഞ്ഞ വ്യക്തിയാണ്. സ്ത്രീയെ, നിങ്ങൾക്ക് സ്വബോധമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. നിങ്ങൾ നോർമൽ അല്ല എന്ന് ഞാൻ ചിന്തിക്കുന്നു. പക്ഷേ നിങ്ങൾ വട്ടാണെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് വേറെ എന്തോ ഹാലൂസിനേഷൻ ആണ് നിങ്ങൾക്ക്.
ഒന്നുകിൽ പണം കണ്ടുള്ള മതിഭ്രമമായിരിക്കാം, അതായത് ഇതിൽ നിന്ന് വരുന്ന ഹ്യൂജ് എമൗണ്ടുകൾ കണ്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം നശിച്ചു പോയതുകൊണ്ട്, നിങ്ങൾക്ക് ബാല്യത്തിലുണ്ടായ നിങ്ങളുടെ ട്രോമകൾ കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാരീഡ് ലൈഫിലുണ്ടായ ഫെയിലിയേഴ്സ് കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയ ട്രോമകളായിരിക്കാം മറ്റുള്ള സ്ത്രീകൾ, അന്തസ്സായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീകളും സന്തോഷിക്കരുത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നതുകൊണ്ടാവാം നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. അതിലെനിക്ക് വിഷമമുണ്ട്, ഖേദമുണ്ട്. കാരണം ഇതൊന്നും സമൂഹം ഇതിന് ഉത്തരവാദിയല്ല. നിങ്ങളുടെ അമ്മയ്ക്കുണ്ടായ ട്രാജഡിയോ, നിങ്ങൾക്കുണ്ടാകുന്ന ട്രാജഡിയോ, നിങ്ങളുടെ മാരീഡ് ലൈഫിലുണ്ടാകുന്ന ട്രാജഡിയോ, നിങ്ങളുടെ മക്കൾക്കുണ്ടാകുന്ന ട്രാജഡിക്കൊന്നും സമൂഹം ഉത്തരവാദിയല്ല. ഇറ്റ്സ് യുവർ ഡെസ്റ്റിനി. ചിലവർ അത് കണ്ട് ട്രോമറ്റൈസ്ഡ് ആയിട്ട് സൈക്കോ സീരിയൽ കില്ലേഴ്സായി മാറാം, ചിലവർ സൂയിസൈഡ് ചെയ്യാം, ചിലവർ ഈ പറയുന്ന പോലെ ആൾക്കാരെ എന്താ പറയുന്നത് നല്ലവനായി അഭിനയിച്ചുകൊണ്ട് സൈലന്റ് പോയിസണായി മാറാം, സമൂഹത്തിന് ടെററിസ്റ്റുകളായി മാറുന്നവരുമുണ്ട്. അപ്പം നിങ്ങളെ ഏത് കൂട്ടത്തിൽ പെടുത്താമെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ചികിത്സയോ കൗൺസിലിങ്ങോ ആവശ്യമുണ്ടെങ്കിൽ അത് തേടുക. അല്ലെങ്കിൽ നിങ്ങളെ ജനങ്ങൾ പേപ്പട്ടിയെ പോലെ നാട്ടിലിട്ട് തല്ലിക്കൊല്ലുന്നൊരു ദിവസം വിദൂരമല്ല ഷഫീന. ഞാൻ സീരിയസ് ആയിട്ട് നിങ്ങളോട് പറഞ്ഞു. നിങ്ങളോട് എനിക്ക് വളരെ വളരെ പിറ്റി തോന്നുന്നു. കാരണം ഇപ്പോൾ ഇപ്പോൾ ഞാൻ ഈ പറയുന്ന രേണുവിൻ്റെ കേസ് തന്നെ എടുക്കുവാണെങ്കിൽ എന്നെ സക്ഷയം ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണുവിൻ്റെ മകന് പൈസ കൊടുത്ത കാര്യം ഞാൻ വിളിച്ചു പറഞ്ഞു. അതിലിവിടെ ഷഫീന എന്നൊരു പേര് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷേ anyone can post whatever and they want to social media, that's okay. Anyone can comment on it or don't come in front of the media and criticize them. No one will say anything. Everything should be respectful. Yes, correct. അത് ഞാൻ പറഞ്ഞത് ശരിയാണ്. ഓക്കെ, ഞാനത് എൻ്റെ ഇതൊന്ന് കണ്ടിന്യൂ ചെയ്തോട്ടെ. അതായത് ഈ പറയപ്പെടുന്ന രേണുവിൻ്റെ വളർത്തുമകനായിട്ടുള്ള കിച്ചുവിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടാണ് അവരെന്നെ ആദ്യമായിട്ടല്ല, ഇതിന് മുമ്പ് അവരെന്നെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് ഹോട്ട് സീറ്റുമായിട്ട് ബന്ധപ്പെട്ട്. ഐ ഡോണ്ട് മൈൻഡ്. അവരെന്നെ പറയാം, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അവർ ഓക്കെ പറഞ്ഞു, പറയുന്നതിന് ഒരു എക്സ്റ്റെൻഡ് ഉണ്ട്. പക്ഷെ അത് അപ്പുറം കടന്നിട്ട് അവർ സംസാരിക്കുന്നത്. ഇപ്പോൾ ദേഹസുജനെയൊക്കെ പറയുന്നതിൻ്റെ ഒരു പകുതി അവരെന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൽ നീ വളർത്തുന്ന അല്ലെങ്കിൽ നീ വളർത്തിക്കൊണ്ട് വരുന്ന കുട്ടികൾ സമൂഹത്തിന് ഉതകുന്ന തരത്തിൽ, അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലായിരിക്കും നീ അവരെ വളർത്തുന്നതെന്നൊക്കെ പറയുമ്പോൾ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? കുഞ്ഞു മക്കളുള്ള അമ്മമാരുടെ മനസ്സെന്താ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വേറെ കുറേ, ഞാൻ എൻ്റെ പത്രസമ്മേളനത്തിൽ വേറെ ഉണ്ടായിരുന്ന യൂട്യൂബർ, അവരുടെ 11 വയസ്സുള്ള മകളെ, അവർക്ക് ഇപ്പോൾ ആ കൊച്ചിനിപ്പോൾ 14-15 വയസ്സായി, അവരുടെ അച്ഛൻ അവരെ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ ഒരു കള്ളപ്രചരണം അവർ നടത്തുന്നു. അതായത് മക്കളെ റേപ്പ് ചെയ്യുന്ന അച്ഛന്മാരുള്ളൊരു കാലഘട്ടത്തിൽ 60-70% അച്ഛന്മാർ നല്ലവന്മാർ തന്നെയാണ്. പക്ഷെ ബാക്കിയുള്ള 30% ഉണ്ട് നല്ല അച്ഛന്മാരുടെ വില കളയാനായിട്ട്. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന പലരുടെ വീട്ടിലും നല്ല അച്ഛന്മാരും നല്ല അമ്മമാരും ഉണ്ടായിരിക്കും എന്ന് വെച്ച് ബാക്കിയുള്ള പുരുഷന്മാരും സ്ത്രീകളും എല്ലാവരും മോശക്കാരാണോ? ഞാൻ എൻ്റെ വാർത്താ സമ്മേളനത്തിൽ ചോദിച്ച പോലെ ലോകത്തുള്ള എല്ലാ പുരുഷന്മാരും റേപ്പിസ്റ്റുകളല്ല, ലോകത്തുള്ള എല്ലാ സ്ത്രീകളും വ്യഭിചരിച്ച് നടക്കുന്നുമല്ല. പക്ഷേ അങ്ങനെ നടക്കാത്തവരെ അങ്ങനെ നടന്നു എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുക, അത് സോഷ്യൽ മീഡിയയിലെ തൻ്റെ അക്കൗണ്ടിലൂടെ ഇരുന്ന് പറയുക, പേര് പറഞ്ഞ്. ഇപ്പോൾ ഒരു കേസ് പലവട്ടം അവർക്കെതിരെ വാണിംഗ് വന്നുകൊണ്ടാവാം ഒരു പേരുകൾ പറയുന്നില്ല ഇപ്പോൾ. പക്ഷെ ഇതെല്ലാം നമ്മുടെ സമൂഹം കാണുന്ന ഒന്നല്ലേ? നമ്മുടെ സമൂഹത്തിലെ ആൾക്കാർ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക, നമ്മുടെ കുഞ്ഞുമക്കൾ ഇത് കണ്ടുകൊണ്ടിരിക്കില്ല. ഇന്ന് സ്കൂളുകളിൽ പല കാര്യങ്ങളും പഠിപ്പിക്കുന്ന ലിങ്കുകൾ അയച്ചു തന്നിട്ടാണ്. ആ ലിങ്കുകൾ അയച്ചു തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോക്കിയിട്ടാണ് കുട്ടികൾ യൂട്യൂബിലിരുന്ന് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നത്, ഈവൻ സർക്കാർ സ്കൂളുകളിൽ പോലും. അപ്പോൾ അവർ സ്ക്രോൾ ചെയ്യുന്ന കൂട്ടത്തിൽ അവർ കാണുകയാണ് അവരെക്കുറിച്ച്, അല്ലെങ്കിൽ അവരുടെ അമ്മയെക്കുറിച്ച്, അല്ലെങ്കിൽ പൊതുവിൽ കുട്ടികളെക്കുറിച്ച് ഒരു യൂട്യൂബർ പറയുന്ന മോശപ്പെട്ട വർത്തമാനങ്ങൾ, തെറി ഭാഷകൾ. അവരെ തെറുത്താത്താന്ന ആൾക്കാർ വെറുതെ അല്ല വിളിക്കുന്നത്, വാ തുറന്ന തെറിയാണ്. അവർ പറയുന്നവർക്ക് 2 മക്കളുണ്ടെന്ന്. സോ അവരെങ്ങനെയായിരിക്കും? അവർ റേപ്പിസ്റ്റുകളാണോ? ഇങ്ങനെയാണ് അവർ മറ്റുള്ള കുട്ടികളെയും സ്ത്രീകളെയും പറയുന്നത്. അവരുടെ ആൺമക്കളെ അവരെങ്ങനെയാണ് വളർത്തി വെച്ചിരിക്കുന്നത്? ശാരിക അവസാനം പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ടല്ലേ, മക്കളെ വളർത്തുന്നത് പെൺപിള്ളേരെ കയറി പിടിക്കാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വേ ഓഫ് ടോക്ക് ഒക്കെ ശരിക്കും പറഞ്ഞാൽ നല്ലതാണോ? ശാരിക തന്നെ പറ. അവസാനം പറഞ്ഞ കുറച്ച് കാര്യങ്ങളോടൊക്കെ യോജിപ്പുണ്ട്. കാരണം ഈ തെറിയും കാര്യങ്ങളൊക്കെ വിളിക്കുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ ശരിക്കും കുഞ്ഞു കുട്ടികളുടെ അടക്കം കാണുന്നതാണ്. അതൊക്കെ നെഗറ്റീവാണ്. അപ്പൊ രേണുസുതി ഈ സബ്സ്ക്രിപ്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോസ് ഒക്കെ ഇട്ട് കാട്ടിക്കൂട്ടുന്ന ഓരോ കോപ്രായങ്ങളും ഒക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നതും ഈ പിള്ളേര് തന്നെ കാണുന്നതാണ്. വൾഗറായിട്ടുള്ള ഓരോ രീതിയിൽ കോപ്രായം കാണിക്കുന്നതും ഡ്രസ്സ് ധരിക്കുന്നതും ഒക്കെ കാണുന്നതാണ്. ഇതും തെറ്റാണ്. അതിനെയും കൂടെ തെറ്റെന്ന് പറയാൻ പഠിക്കണം ശാരിക. ഇപ്പൊ ശാരിക ഫേവർ ചെയ്തിട്ട് സംസാരിക്കരുത് ആളുകളെ. ഓക്കെ, രേണുസുതിയോട് ചിലപ്പോൾ ഭയങ്കര ക്ലോസ് ആയിരിക്കും. സോ അതുകൊണ്ട് രേണുസുതി മാത്രം സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. ഷെഫീന ബേബി ഇഷ്ടമല്ല. ഷെഫീന ബേബി ശാരിക എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിപിടി ഒക്കെ കൂടിയിട്ടുണ്ട്, വീഡിയോസും ചെയ്തിട്ടുണ്ട്. സോ ഫേവർ ചെയ്ത് സംസാരിക്കുന്നത് ഒട്ടും ശരിയല്ല. കുറ്റപ്പെടുത്തേണ്ടവരെ ശരിക്കും അത് ഇനി ആരാണെങ്കിലും നമ്മൾ കുറ്റപ്പെടുത്തുക തന്നെ വേണം. അതുകൂടെ ഒന്ന് ശാരിക മാറ്റിയാൽ കൊള്ളാം കേട്ടോ. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ശാരികയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും ശാരികയുടെ അഭിപ്രായങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ വീഡിയോയിൽ ജസ്റ്റ് കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക, യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.
അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.